അതായത് ഗുരുവായൂർ ക്ഷേത്ര നടയിൽ വിവാഹം കഴിക്കുമ്പോൾ അതിന് പ്രത്യേക മുഹൂർത്തമില്ല. അത് ക്ഷേത്ര നട തുറന്നിരിക്കുന്ന സമയത്തെല്ലാം തന്നെ വിവാഹം നടത്താവുന്നതാണ്. അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിൻ്റെ സമയം, ആ ഒരു സമയം എന്ന് പറയുന്നത് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിക്കഴിഞ്ഞാൽ പോലും വിവാഹത്തിൻ്റെ ചടങ്ങുകളെ അതൊന്നും തന്നെ ബാധിക്കില്ല. ഏറ്റവും പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്ന മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഈ ക്ഷേത്ര ദർശനം നടത്തുന്ന സമയത്ത്, ആ ഒരു സമയത്ത് വധൂവരന്മാർ ഇവിടേക്ക് എത്തിയിരുന്നില്ല. അതായത് അവർക്ക് പ്രത്യേകം ഇരിപ്പിടം മറ്റൊരു ഭാഗത്ത് നൽകിയിരിക്കുകയായിരുന്നു. ഇനിയിപ്പോൾ ക്ഷേത്ര ദർശനം കഴിഞ്ഞ് ഏകദേശം 20 മിനിറ്റോളമാണ് ക്ഷേത്ര ദർശനത്തിൻ്റെ സമയം ക്രമീകരിച്ചിരിക്കുന്നത്. ഈ ക്ഷേത്ര ദർശനം കഴിഞ്ഞ് പ്രധാനമന്ത്രി പുറത്തിറങ്ങിയാലായിരിക്കും വധൂവരന്മാരെ കണ്ട് അവരെ ആശംസകൾ അറിയിക്കുകയും മറ്റും എല്ലാം തന്നെ ചെയ്യുക. എന്തായാലും നിലവിലത്തെ സാഹചര്യത്തിൽ ഇപ്പോൾ പ്രധാനമന്ത്രി ശ്രീവത്സം ഗസ്റ്റ് ഹൗസിൽ നിന്ന് ഈ കിഴക്കേ നടവഴി ഗുരുവായൂർ ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. ഗുരുവായൂർ ക്ഷേത്രത്തിനകത്ത് അദ്ദേഹത്തിന് അനുഗമിക്കുന്നത് 2 പേർ മാത്രമാണ്. അതായത് BJP ജില്ലാ അധ്യക്ഷനും അതുപോലെ തന്നെ ജില്ലാധ്യക്ഷൻ KK അനീഷ് കുമാറും അതുപോലെ തന്നെ ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ വിനയനും, ഈ 2 പേർ മാത്രമാണ് ഇത്തരത്തിൽ ഇന്ന് ഈ പ്രധാനമന്ത്രിയുടെ സന്ദർശനം നടക്കുന്ന സമയത്ത് അദ്ദേഹത്തോടൊപ്പം അനുഗമിക്കുന്നത്. SPG സംഘം ഉൾപ്പെടെ ക്ഷേത്രത്തിന് പുറത്താണ്. കാരണം ഈ ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിക്കുന്നതിന് പ്രത്യേക നിബന്ധനകളുണ്ട്. അതുകൊണ്ട് തന്നെ SPG സംഘം ഉൾപ്പെടെയുള്ളവർ പുറത്താണ് നിൽക്കുന്നത്. അല്പസമയത്തിനകം തന്നെ ഏകദേശം 20 മിനിറ്റാണ് പ്രധാനമന്ത്രിയുടെ ക്ഷേത്ര ദർശനം നിലവിൽ ക്രമീകരിച്ചിരിക്കുന്നത്. ക്ഷേത്ര ദർശനവും അതുപോലെ തന്നെ വഴിപാടുകൾ കഴിക്കുന്നതും എല്ലാം തന്നെ പൂർത്തീകരിച്ചതിന് ശേഷമായിരിക്കും പിന്നീട് അദ്ദേഹം ക്ഷേത്രത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുക. ക്ഷേത്രത്തിൻ്റെ കിഴക്കേ നടയിൽ ഈ കല്യാണ മണ്ഡപങ്ങളോട് ചേർന്ന് തന്നെയാണ് തുലാഭാരത്തിനായുള്ള ക്രമീകരണമുള്ളത്. ആ തുലാഭാരത്തിനായുള്ള ഒരുക്കങ്ങൾ നേരത്തെ തന്നെ അവിടെ പൂർത്തിയായിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പൂക്കൾ ഉൾപ്പെടെയുള്ളവ അവിടേക്ക് നേരത്തെ തന്നെ എത്തിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ പൂക്കൾ ഉപയോഗിച്ചുകൊണ്ട് ആണ് തുലാഭാരം നടത്തുന്നത്. എന്തായാലും തുലാഭാരം നടത്തിയ ശേഷമാണ് പിന്നീട് ഈ വിവാഹ ചടങ്ങുകളിൽ അദ്ദേഹം പങ്കെടുക്കുക. ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. അതായത് ഈ ക്ഷേത്രത്തിൻ്റെ നടയിൽ വധൂവരന്മാരുൾപ്പെടെയുള്ളവർ അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. അതിനുശേഷം അല്പസമയത്തിനകം പ്രധാനമന്ത്രി പുറത്തിറങ്ങിയാലായിരിക്കും അവരുമായി സംസാരിക്കുകയും അവർക്ക് ആശംസകൾ അർപ്പിക്കുകയും ചെയ്യുക. ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ക്ഷേത്ര നടയുടെ ഒരു ഭാഗത്തും ഈ VIP-കൾക്കും അതുപോലെ തന്നെ ക്ഷണിക്കപ്പെട്ട അതിഥികൾക്കുമെല്ലാം തന്നെ വിവാഹ ചടങ്ങുകൾ വീക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണം ഒരുക്കിയിട്ടുണ്ട്. ഈ പ്രത്യേകം ഒരു ക്രമീകരണം അവർക്ക് ഇരിപ്പിടങ്ങൾ ഉൾപ്പെടെയുള്ളവ സുരക്ഷാ ക്രമീകരണങ്ങൾ പൂർത്തിയാക്കിയ ശേഷമാണ് അവിടേക്ക് ഒരുക്കിയിട്ടുള്ളത്. ദേവസ്വം അധികൃതരാണ് നേരത്തെ പ്രധാനമന്ത്രി ഇവിടേക്ക് എത്തിയപ്പോൾ ക്ഷേത്രത്തിന് വേണ്ടി പ്രധാനമന്ത്രിയെ സ്വീകരിച്ചത്. പ്രധാനമന്ത്രിക്ക് ദേവസ്വം അഡ്മിനിസ്ട്രേറ്ററും ദേവസ്വം ചെയർമാനും ഉൾപ്പെടെയുള്ളവ ദേവസ്വം അംഗങ്ങളെല്ലാവരും തന്നെ പ്രധാനമന്ത്രിക്ക് ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ ദാരുശില്പം നൽകിയാണ് ഇത്തരത്തിൽ ഈ സ്വീകരണം നടത്തിയത്. അതിനുശേഷം പിന്നീട് ആണ് ഈ പറഞ്ഞതുപോലെ തന്നെ ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിക്കുകയും ക്ഷേത്ര ദർശനവും എല്ലാം തന്നെ നടക്കുന്നത്. അഡ്മിനിസ്ട്രേറ്ററും ഉൾപ്പെടെയുള്ളവർ അദ്ദേഹത്തിനെ അനുഗമിക്കുന്നുമുണ്ട്. എന്തായാലും അല്പസമയത്തിനകം തന്നെ ഈ ചടങ്ങുകൾ, ഈ വഴിപാടുകളെല്ലാം തന്നെ പൂർത്തിയാക്കി ചടങ്ങുകളിലേക്ക് അദ്ദേഹം എത്തുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതേസമയം തന്നെ അദ്ദേഹത്തെ വീക്ഷിക്കുന്നതിന് വേണ്ടി തന്നെ പുറത്ത് ഈ കിഴക്കേ നടയ്ക്ക് ഏകദേശം 150 മീറ്റർ അപ്പുറത്താണ് ആളുകളെ തടഞ്ഞിട്ടുള്ളത്. ഈ ആളുകളെ തടഞ്ഞ ആ ഒരു പരിസരത്ത് നിരവധി ഈ ക്ഷേത്രത്തിലേക്ക് ദർശനത്തിനായി വന്നവരും അതുപോലെ തന്നെ വിവാഹ ചടങ്ങുകൾക്കായി വന്നവരുമെല്ലാം തന്നെ ഉണ്ട്. അവരെല്ലാം തന്നെ ഇനി അവർക്കെല്ലാം പ്രവേശനം ലഭ്യമാക്കുക പ്രധാനമന്ത്രിയുടെ സന്ദർശനം പൂർത്തിയായി അദ്ദേഹം മടങ്ങിയ ശേഷം മാത്രമായിരിക്കും. 6 മണിക്ക് മുൻപ് നേരത്തെ വിവാഹ ചടങ്ങുകൾ ഇവിടെ നടന്നിരുന്നു. പല വിവാഹ ചടങ്ങുകൾ ക്രമീകരിച്ചിരിക്കുന്ന സമയം മാറ്റി, അതായത് 8 മണിക്കെല്ലാം തന്നെ നേരത്തെ നിശ്ചയിച്ചിരുന്ന വിവാഹ ചടങ്ങുകളെല്ലാം തന്നെ നേരത്തെയാക്കി വിവാഹ ചടങ്ങുകൾ പൂർത്തിയാക്കി പോയവരുണ്ട്. ഇനിയിപ്പോൾ അതിനുശേഷം ചില വിവാഹ പാർട്ടികൾ അവരുടെ സമയം പുനഃക്രമീകരിച്ച് 10 മണിക്ക് ശേഷമാക്കിയിട്ടുണ്ട്. കാരണം നേരത്തെ എത്തുകയാണെങ്കിൽ അതിൽ കൃത്യമായി പങ്കെടുക്കാവുന്ന ആളുകളുടെ എണ്ണത്തിന് പരിധിയുണ്ട്. കാരണം സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി അതിന് പരിധിയുണ്ട്. ഈ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന് ശേഷമാണെങ്കിൽ അങ്ങനെ യാതൊരു വിധത്തിലുള്ള നിയന്ത്രണങ്ങളോ ഒന്നും തന്നെയില്ല. സാധാരണഗതിയിൽ ഗുരുവായൂർ ക്ഷേത്രനടയിൽ എങ്ങനെയാണോ വിവാഹങ്ങളെല്ലാം നടക്കാറുള്ളത് അതുപോലെ തന്നെ വിവാഹം നടത്താൻ സാധിക്കും. അതിനാൽ തന്നെ കൂടുതൽ വിവാഹങ്ങളും തുടരുക. ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് പ്രവേശിച്ചു. ഗുരുവായൂർ ക്ഷേത്രത്തിൽ അദ്ദേഹം പ്രാർത്ഥിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ തത്സമയം മാതൃഭൂമി ന്യൂസിലൂടെ കാണുന്നത്. പരമ്പരാഗതമായ മുണ്ടും വേഷ്ടിയും ഒക്കെ ധരിച്ചാണ് അദ്ദേഹം ക്ഷേത്ര ദർശനം നടത്തുന്നത്.